Good afternoon all. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡിസ്റ്റൻസ് എലിവേഷൻ ഫോർമുലയാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഡിസ്റ്റൻസ് എലിവേഷൻ ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ടാക്യോമെട്രി കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എലിവേഷൻ ഫോർമുല ഫോർ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ്. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ഞാൻ പറഞ്ഞു ഒരു ഫ്ലാറ്റ് ഗ്രൗണ്ടിലാണ് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് എലിവേഷൻ ഫോർമുല എന്ന് പറയുന്നത് D = KS + C എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലെ. അതിനകത്ത് K എന്ന് പറയുന്നതും C എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റന്റുകളാണ്. K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. C എന്നുള്ളത് ഒരു അഡിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. K സാധാരണ നമുക്കൊരു 100 ആണ് ഒരു അനലറ്റിക് ലെൻസിന്റെ കേസിൽ വരാറ്. C എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോ ഇവിടെ എങ്ങനെയാണ് അത് കിട്ടിയത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അപ്പോ ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു തിയോഡലൈറ്റ് ഇൻസ്ട്രുമെന്റ് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റാഫ് വെച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റിൽ നിന്നും സ്റ്റാഫിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലാറ്റ് ഗ്രൗണ്ടിന്റെ കേസിൽ നമുക്ക് D എന്ന് പറയുന്നത് ഈസി ആയിട്ട് മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഒരു ടേപ്പോ ചെയിനോ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ D എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, പക്ഷെ ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ഹില്ലി ഏരിയാസ് അല്ലെങ്കിൽ അൺഡുലേറ്റഡ് ഗ്രൗണ്ട്സിലൊക്കെ നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഹൊറിസോണ്ടൽ റീഡിങ് അതിനകത്ത് കിട്ടില്ല. അപ്പൊ അത് അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന എറർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്യോമീറ്റർ യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ, നെറ്റിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു ലീനിയർ മെഷർമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്യോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നും D കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ KS + C എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. Kയും Cയും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അത് ഒരു ലെൻസിന് എന്ന് പറഞ്ഞിട്ട് അനലറ്റിക് ലെൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലെൻസിന്റെ Kയും Cയും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് D കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലാകെ നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് S മാത്രമേ ഉള്ളൂ. S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റാഫ് ഇന്റർസെപ്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ തിയോഡലൈറ്റിൽ, അതായത് ടാക്യോമെട്രി കമ്പൈൻഡ് വിത്ത് സ്റ്റാഡിയ ഡയഫ്രം, അതാണ് നമ്മുടെ ടാക്യോമീറ്റർ. അപ്പൊ ആ ടാക്യോമീറ്ററിനകത്ത് 3 ക്രോസ് ഹെയർ ഉണ്ടായിരിക്കും. അപ്പൊ ആ 3 ക്രോസ് ഹെയറിൽ സെൻട്രൽ ക്രോസ് ഹെയറിന്റെ ലൈൻ ഓഫ് സൈറ്റ് ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. ദെൻ ബാക്കി രണ്ടെണ്ണത്തിന്റെ. അപ്പോൾ ഈ ടോപ്പ് ആൻഡ് ബോട്ടം ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർസിൽ ടച്ച് ചെയ്യുന്ന റീഡിങ്ങുകൾ ഡിഫറൻസ്, അതായിരിക്കും നമ്മുടെ ഈ സ്റ്റാഫ് ഇന്റർസെപ്റ്റ് S എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. സ്റ്റാഫ് ഇന്റർസെപ്റ്റ് മാത്രമാണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം നമുക്കറിയാം. കോൺസ്റ്റന്റ് രണ്ടെണ്ണം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്യുവർലി ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം, ആ കോൺസ്റ്റൻസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ പ്രൊസീജിയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഈ ലൈൻ ഓഫ് സൈറ്റ് ഇപ്പൊ ഇവിടെ നോക്കൂ, ഹൊറിസോണ്ടൽ ആണ്. ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനി നമ്മൾ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് സൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ലൈൻ ഓഫ് സൈറ്റ് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ഇൻക്ലൈൻഡ് ആയിരിക്കും. കാരണം നമുക്ക് ഈ ടെലസ്കോപ്പ് ഇങ്ങനെ ഉയർത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
ഈ എലിവേറ്റഡ് ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ലൈൻ ഓഫ് സൈറ്റ് എന്ത് പറ്റും, ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും പോവുക. എലിവേറ്റഡ് ഓർ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് വെച്ചാലും അതെന്ത് ചെയ്യും, നമ്മൾ താഴേക്കായിരിക്കും നോക്കേണ്ടി വരിക അല്ലെ. അപ്പൊ ലൈൻ ഓഫ് സൈറ്റ് അപ്പോഴും ഇൻക്ലൈൻഡ് ആയിട്ടാണ് കാണുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റിനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്. അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരിക. കാരണം ഒരു എലിവേറ്റഡ് ഒബ്ജക്റ്റിനെ കുറച്ചും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോങ്ങർ ഡിസ്റ്റൻസിന്റെ കേസസിലാണ് ടാക്യോമീറ്റർ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോ അത് സ്വാഭാവികമായിട്ടും ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വാട്ട് ഇറ്റ് ഈസ്, ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ ടാക്യോമീറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻസ്ട്രുമെന്റ് ആൻഡ് സ്റ്റാഫ് ഇസ് വെരി ഹൈ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ടാക്യോമീറ്റർ തന്നെയാണ് സാധാരണ യൂസ് ചെയ്ത് വരാറ്. കാരണം നമ്മൾ ഒരു ലീനിയർ മെഷർമെന്റ് അവിടെ എടുക്കുമ്പോഴേക്കും അതിന് ഒരുപാട് എറർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആക്യുറസി കുറച്ച് കുറവായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് കൃത്യമായിട്ട് ഉള്ള ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ലീനിയർ മെഷർമെന്റ്സ്, ലീനിയർ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്തെടുക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെക്കാട്ടിലും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് നമുക്ക് കിട്ടും. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റ്സിനുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ആൻഡ് എലിവേഷൻ ഫോർമുല ഫോർ ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റ്സ് വെൻ ദ സ്റ്റാഫ് ഹെൽഡ് വെർട്ടിക്കൽ. അപ്പൊ നമുക്ക് രണ്ട് കേസസുകൾ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാഫ് വെർട്ടിക്കൽ ആയിട്ട് പ്ലേസ് ചെയ്യുന്നതും അതേപോലെ തന്നെ സ്റ്റാഫ് ഇൻക്ലൈൻഡ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നതും. അപ്പൊ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ തിയോഡലൈറ്റ് ഇത് എലിവേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ സ്റ്റാഫ് പ്ലേസ് ചെയ്തത്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പ്യുവർലി വെർട്ടിക്കൽ ആയിട്ട് പ്ലേസ് ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഈ കേസിൽ ലൈൻ ഓഫ് സൈറ്റിന് നോർമൽ ആയിട്ടല്ല ആര് നിൽക്കുന്നത്, നമ്മുടെ സ്റ്റാഫ് നിൽക്കുന്നത്. സ്റ്റാഫ് പ്യുവർലി വെർട്ടിക്കൽ ആണ്, പക്ഷെ ഈ ലൈൻ ഓഫ് സൈറ്റും സ്റ്റാഫും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ എന്തല്ല, 90 ഡിഗ്രി അല്ല. പക്ഷെ ചില കേസിൽ നമ്മൾ സ്റ്റാഫിനെ ഇങ്ങനെ ചെരിച്ചു വെക്കും. അതായത് ലൈൻ ഓഫ് സൈറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്റ്റാഫ് വെക്കും. ഇങ്ങനെ രണ്ട് കേസസുകളുണ്ട്. അപ്പൊ രണ്ടിന്റെയും ഇക്വേഷൻസ് തമ്മിൽ എന്തുണ്ട്, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ അതെന്താന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ നമുക്കൊരു മെയിൻ ആയിട്ട് രണ്ട് ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ആ ഇക്വേഷൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ. അതെങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, മനസ്സിലാക്കാവുന്നവർ മനസ്സിലാക്കുക, അല്ലാത്തവര് വിട്ടുകളയാം. ഓക്കെ, അപ്പോ ഞാൻ ഫോർമുല മാത്രം ഒന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിന്റെ എങ്ങനെയാ അത് കിട്ടിയത് എന്നുള്ള ഡെറിവേഷനും കൂടി പറയാം. പക്ഷെ നമുക്ക് ആ ഡെറിവേഷന്റെ ആവശ്യമില്ല. നിങ്ങൾ ആ ഡെറിവേഷൻ ഒരിക്കലും പഠിക്കരുത്. അപ്പൊ പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇവര് ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. അപ്പോ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ അത് മൈൻഡ് ചെയ്യണം. ഇവിടെ നമ്മള് ഇക്വേഷൻ എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കേസിലുള്ള ഇക്വേഷൻ നോക്കുക. ഡി ഈസ് ഈക്വൽ ടു കെ എസ് പ്ലസ് സി എന്നായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ഇൻക്ലിനേഷൻ വന്നത് കാരണം നമ്മൾ ആ ആംഗിളിന് തീറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കാരണം ഇവിടെ ഇക്വേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഡി ഈസ് ഈക്വൽ ടു കെ എസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സി കോസ് തീറ്റ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ വി ഈസ് ഈക്വൽ ടു കെ എസ് സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2 പ്ലസ് സി സൈൻ തീറ്റ. ഇവിടെ വി എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റം, അതായത് മീൻ സീ ലെവലിൽ നിന്നും സെൻട്രൽ ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട് അല്ലെ, നമ്മുടെ സെൻട്രൽ ക്രോസ് ഹെയറിന്റെ കൂടെയൊക്കെ പോകുന്ന ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്. ആ ലൈൻ ഓഫ് സൈറ്റിലേക്കുള്ള ഹൈറ്റ് ആണ്. സ്റ്റാഫിന്റെ പൊസിഷനിൽ നിന്ന് കേട്ടോ. അപ്പൊ അതെന്താന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. അപ്പോ
നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ ഇത് എന്താണ് വി എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ രണ്ടും ആൽഫയല്ല, ഈ ആംഗിൾ മൊത്തത്തിലാണ് നമ്മൾ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് മൊത്തത്തിലാണ് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ let theta be the angle of elevation or depression of the line of sight from horizontal, and staff is held vertical and the staff intercept AB is not normal to the OC. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ സ്റ്റാഫ് വെർട്ടിക്കൽ ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ലൈൻ ഓഫ് സൈറ്റ് ഇസ് നോട്ട് നോർമൽ ടു ദ സ്റ്റാഫ്. കണ്ടോ, ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, ഇത് നമ്മുടെ സ്റ്റാഫിന് നോർമൽ ആയിട്ടല്ല ഇരിക്കുന്നത്. നമ്മുടെ ഈ ലൈൻ ഓഫ് സൈറ്റ് സ്റ്റാഫിന് നോർമൽ ആയിട്ടല്ല ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് സംതിങ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. അപ്പോ നമുക്ക് ഈ കേസ് എന്ന് പറയുന്നത് എന്താണ്, when staff held vertical. ഓക്കെ, സ്റ്റാഫ് വെർട്ടിക്കൽ ആണ്, ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ കേസ്. അപ്പൊ കേസ് എന്താന്നുള്ളത് നോട്ട് ചെയ്യണം കേട്ടോ. ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റ് when staff held vertical. ഓക്കെ, സ്റ്റാഫ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ്, ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡ് ആണ്. തീറ്റ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, നമ്മുടെ തിയോഡലൈറ്റ് ഇൻസ്ട്രുമെന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ തിയോഡലൈറ്റിലെ ഇൻസ്ട്രുമെന്റ് പ്യുവർലി ഹൊറിസോണ്ടൽ ആവുമ്പോൾ നമുക്കൊരു ലൈൻ ഓഫ് സൈറ്റ് കിട്ടും. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, അപ്പൊ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഈ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്നും അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും സെൻട്രൽ സ്റ്റാഫ് ഹെയറിലേക്കുള്ള ആംഗിൾ. ഓക്കെ, ഈ സെൻട്രൽ ഹെയറിലേക്കുള്ള ഈ ആംഗിൾ നമ്മുടെ സെൻട്രൽ ക്രോസ് ഹെയറിന്റെ ലൈൻ ഓഫ് സൈറ്റ് ആണ്. അപ്പോ അവിടേക്കുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഈ തീറ്റ തന്നെയാണ് ഇവിടെയും വരിക. ഇതും തീറ്റയാണ്, അതേപോലെ തന്നെ ഈ ആംഗിളും തീറ്റയാണ്. ദെൻ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ഒരു ലൈൻ കൺസിഡർ ചെയ്യാണ്, വിച്ച് ഇസ് നോർമൽ ടു ദ ലൈൻ ഓഫ് സൈറ്റ്. ഈ ലൈൻ ഓഫ് സൈറ്റിന്, ഈ സെൻട്രൽ ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടല്ലോ, അതിന് നോർമൽ ആയിട്ട് നമ്മളൊരു ലൈൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അതാണ് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റിന് നോർമൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ലൈനാണ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ആംഗിളിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ കേസ് നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഇത് 90 ഡിഗ്രിയാണ് അല്ലെ. ഈ ആംഗിൾ എ ഡാഷ് സി ഒ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ടോട്ടലി ആൽഫയാണ്. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും, ദിസ് ഇസ് ആൽഫ ബൈ 2. അപ്പൊ നമ്മള് ഒ ഡാഷ് എ സി എന്ന് പറയുന്ന ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒ ഡാഷ് എ ഡാഷ് സി എന്ന് പറയുന്ന ഈ ആംഗിൾ എന്തായിരിക്കും, ടോട്ടൽ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180 ആണ്. അപ്പൊ 180 മൈനസ് ഈ ആംഗിള് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പൊ 180 മൈനസ് 90 മൈനസ് എന്ത് വരും, നമ്മളിപ്പോ പറഞ്ഞ ആൽഫ ബൈ 2. ഇപ്പൊ ടോട്ടൽ 90 മൈനസ് ആൽഫ ബൈ 2 ആണ് ഈ ഒരു ആംഗിൾ വരിക. എ ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു ആംഗിള് 90 മൈനസ് ആൽഫ ബൈ 2 ആണ് വരിക.
ഓക്കെ, അപ്പം എ ഡാഷ് സി എ ഡാഷ് ഒ എന്ന് പറയുന്നത് 90 മൈനസ് ആൽഫ ബൈ 2. അതേപോലെ തന്നെ ഇവിടെ എ ഡാഷ് സി ബി ഡാഷ് ഒ എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നതും എന്തായിരിക്കും? ഇത് ഓൾറെഡി 90 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതും ആൽഫ ബൈ 2 ആയിരിക്കും. അപ്പൊ അതിനെ നമുക്ക് 90 മൈനസ് ആൽഫ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നമുക്ക് ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി പ്രോബ്ലം ചെയ്യാൻ. ദെൻ അതുണ്ടോ, ഇതാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നതാണ്, ഈ ടോട്ടൽ ആംഗിൾ ആണ് ആൽഫ ബൈ 2. ഇതിപ്പോ ആംഗിൾ ഓഫ് ഡിപ്രഷന്റെ കേസ് ആണ് കേട്ടോ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയാലും ആംഗിൾ ഓഫ് എലിവേഷൻ ആയാലും നമുക്ക് ഡിയും വിഡിയും ഇക്വേഷൻ ഒരിക്കലും ചേഞ്ച് ആവില്ല. നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റേഷന്റെയോ അല്ലെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സ്റ്റാഫ് സ്റ്റേഷന്റെയോ എലിവേഷൻ കണ്ടുപിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അതിന്റെ ഒരു ഫോർമാറ്റിൽ വ്യത്യാസം വരുള്ളൂ. ഓക്കെ, അപ്പോ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുക, ചിലപ്പോൾ സ്റ്റാഫ് എവിടെയാണോ വെച്ചത് ആ സ്റ്റാഫ് വെച്ച സ്ഥലത്തെ എലിവേഷൻ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറയും. അതായത് ഈ ഒരു പൊസിഷനിലുള്ള എലിവേഷൻ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ മാത്രമേ നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ആവുള്ളൂ. അല്ലാതെ എലിവേഷൻ ആയാലും ആംഗിള് മുകളിലേക്കായാലും താഴേക്കായാലും, അതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. മുകളിലേക്കായാലും താഴേക്കായാലും നമ്മള് എന്താണ് ഒരേ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുക. ദെൻ ഈ ആംഗിൾ ഒക്കെ തീറ്റ ആണെന്ന് പറഞ്ഞല്ലോ. ആൽഫ ബൈ 2 എന്ന് പറഞ്ഞ ആംഗിളും പറഞ്ഞു. ഓക്കെ, 90 മൈനസ് ആൽഫ ബൈ 2 ആയിരിക്കും ഒ എ ഡാഷ് സി എന്ന് പറയുന്നത്. ഓക്കെ, എ ഡാഷ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 മൈനസ് 90 മൈനസ് ആൽഫ ബൈ 2. അത് നമ്മൾ പറഞ്ഞല്ലോ 180. അപ്പൊ 90 പ്ലസ് ആണല്ലേ വരിക, കാരണം ഇവിടെ 180 മൈനസ് 90 മൈനസ് ആൽഫ ബൈ 2 പറയുമ്പോൾ ഈ മൈനസും മൈനസും കൂടി അകത്തേക്കും പോകുമ്പോൾ എന്ത് പറ്റും? ഇത് പ്ലസ് ആയിരിക്കും. 90 പ്ലസ് ആൽഫ ബൈ 2 ആണ് കേട്ടോ അപ്പൊ വരിക. ഓക്കെ, അതേപോലെ തന്നെ ബി ഡാഷ് സി എന്ന് പറയുന്നത് 90 മൈനസ് ആൽഫ ബൈ 2 ആണ് വരിക. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എൽ എത്രയാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഫിഗറിൽ തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ആദ്യമേ പറയണ്ടായിരുന്നു, നമുക്കിപ്പോ പറയാം. ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്നും സ്റ്റാഫിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്യൂ ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട് അല്ലെ, ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ അവിടേക്കുള്ള ഹൈറ്റ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ മീൻ സീ ലെവലിൽ നിന്നും ഈ ഒരു ക്യൂ എന്ന പോയിന്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിലേക്കുള്ള എലിവേഷൻ ആണ്. ഓക്കെ, വി എന്ന് പറയുന്നത് ആ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിൽ നിന്നും സെൻട്രൽ സ്റ്റാഫ് ഹെയറിലേക്കുള്ള ആ ഒരു ഹൈറ്റ് ആണ് വി. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈനിൽ നിന്നും സെൻട്രൽ സ്റ്റാഫ് റീഡിങ്ങിലേക്കുള്ള ഒരു വെർട്ടിക്കൽ ഹൈറ്റ് ആണ് വി എന്ന് പറയുന്നത്. എച്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫ് നിൽക്കുന്ന പൊസിഷനിൽ നിന്നും സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള ഹൈറ്റ് ആണ്. ഇത് എല്ലാ സമയത്തും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ വിയും എച്ചും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ വരുന്ന സമയത്ത് ഇതുണ്ടോ, നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് താഴെയാണ് അല്ലെ, കാരണം നമ്മുടെ ആംഗിൾ ഇങ്ങനെ മുകളിലേക്കാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും ഈ സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നതാണ് വി. അപ്പൊ വി ഇങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. എച്ച് എന്ന് പറയുന്നത്
സ്റ്റാഫ് നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്നും സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള ആ ഒരു ഹൈറ്റ്, അതാണ് h എന്ന് പറയുന്നത്. ഇവിടെ L എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. L എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഇൻസ്ട്രുമെന്റും സ്റ്റാഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷേ ഇത് ഇൻക്ലൈൻഡ് ഡിസ്റ്റൻസ് ആണ്. ഇതുണ്ടോ, ഇൻക്ലൈൻഡ് ഡിസ്റ്റൻസ് ആണ് L എന്ന് പറയുന്നത്. അതായത് ആ ലൈൻ ഓഫ് സൈറ്റ് ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ സെൻട്രൽ ലൈൻ ഓഫ് സൈറ്റിന്റെ കണ്ടോ ഈ ഒരു ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ D എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ നോക്കാം. ഇതെന്താണ്? ഇത് തീറ്റയാണ്. ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസന്റ് സൈഡ്, ഇത് ഹൈപ്പർട്യൂസ്. അപ്പോ ഈ അഡ്ജസന്റ് സൈഡ് D ആണെന്ന് നമുക്കറിയാം. അഡ്ജസന്റ് സൈഡ് ഡിയും ആംഗിൾ തീറ്റയും ആണെങ്കിൽ നമുക്ക് ഈ L ഡിസ്റ്റൻസിനെ എങ്ങനെ പറയാം? L is equal to, അല്ലെങ്കിൽ കോസ് തീറ്റ എടുക്കും. കോസ് തീറ്റ is equal to എന്താണ്? അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പർട്യൂസ്. അപ്പോ D ഡിവൈഡഡ് ബൈ എന്ത് വരും? L അല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് L-നെ എങ്ങനെ പറയാം? L is equal to, ഇവിടെ താഴെ തന്നിട്ടുണ്ട്, or D is equal to L cos theta എന്ന് പറയാം അല്ലെ? നമുക്ക് അതിന് D is equal to L cos theta എന്ന് എഴുതിക്കൂടെ? D is equal to L cos theta എന്ന് എഴുതാം. അതിനകത്ത് തന്നെ L എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഇവിടെ നമ്മുടെ ഈ L എന്ന് പറയുന്നത് വേണ്ടോ ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ L എന്ന് പറയുന്ന ഡിസ്റ്റൻസ് D എന്ന ഡിസ്റ്റൻസിന്റെ അതേപോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഈ സ്റ്റാഫ് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു L-നെയും എന്ത് പറയാം? KS plus C എന്നുള്ള ആ ഒരു ഫോർമാറ്റിലേക്ക് പറയാം. ഓക്കെ, KS plus C, അതായത് നമ്മൾ D equal to KS plus C എന്നല്ലേ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിന്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത്? D is equal to KS plus C. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് L-നെ KS plus C തന്നെ പറയാം. KS plus C. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെർട്ടിക്കൽ സ്റ്റാഫ് ഇതാണ്. പക്ഷെ നമ്മൾ ഈ ലൈൻ ഓഫ് സൈറ്റിന് ഹൊറിസോണ്ടൽ ആയിട്ട്, ലൈൻ ഓഫ് സൈറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ലൈൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്, A', B'. അപ്പോൾ ആ ഒരു ലൈനിനെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഫോർമുല പറയുമ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ L എന്ന് പറയുന്നത് നമുക്ക് D ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് L എന്ന് പറയുന്നതും KS plus C തന്നെ ഡിനോട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്കറിയാം D is equal to എന്താണ്? L cos theta ആണ് അല്ലെ? D is equal to L cos theta ആണ്. അപ്പം നമ്മള് L-ന് പകരം KS plus C എന്ന് കൊടുക്കാം. L-ന് പകരം KS plus C എന്ന് കൊടുക്കുക into cos theta എന്ന് വരും. ഓക്കെ, അപ്പൊ KS plus C
ഇൻറ്റു കോസ് തീറ്റ. ഇവിടെ എഫ് ബൈ എ എന്ന് ഉദ്ദേശിക്കുന്നത് കെ ആണ് കേട്ടോ. അതായത് നമ്മുടെ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ്. എഫ് പ്ലസ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ആണ് നമ്മളെ അഡിറ്റീവ് കോൺസ്റ്റന്റ്. എസ് എന്ന് പറയുന്നത് സ്റ്റാഫ് ഇന്റർസെപ്റ്റ് ആണ്. അത് നമ്മൾ ഈ ഒരു കേസിൽ കൺസിഡർ ചെയ്യുമ്പോൾ സ്റ്റാഫ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എ ഡാഷ് ബി ഡാഷ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. എ ഡാഷ് ബി ഡാഷ് ആയിട്ടാണ് സ്റ്റാഫ് ഇന്റർസെപ്റ്റ് എടുക്കേണ്ടത്. പക്ഷെ ആക്ച്വലി നമ്മൾ സ്റ്റാഫ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നുണ്ടോ എ ബി എന്ന് പറയുന്ന ഈ ഒരു ഹൈറ്റ് ആണ് നമ്മുടെ സ്റ്റാഫ് ഇന്റർസെപ്റ്റ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ജസ്റ്റ് എന്തെടുത്തു, നമ്മൾ കൺസിഡർ ചെയ്ത ലൈൻ ഓഫ് സൈറ്റിന് നോർമൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത ലൈൻ ഏതാണോ ആ എടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ മുന്നേ നമുക്ക് ഈ ഒരു എ ഡാഷ് ബി എന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ കെ എസ് പ്ലസ് സി എന്ന് പറയുന്നത് അതിനകത്ത് എസ് നമ്മൾ പറഞ്ഞു എ ഡാഷ് ബി ഡാഷ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന്. പക്ഷെ ആക്ച്വലി നമുക്ക് വേണ്ടത് എ ബി ഡാഷ് ആണ്. ഓക്കെ, കണ്ടോ എ ഡാഷ് ബി ഡാഷ് കൺസിഡർ ചെയ്തപ്പോഴാണ് നമ്മൾ കെ എസ് പ്ലസ് സി എന്നുള്ള അതേ ഫോർമുല യൂസ് ചെയ്തത്. പക്ഷെ നമുക്ക് ആക്ച്വലി ഡി കൺസിഡർ ചെയ്യുമ്പോൾ വേണ്ട എസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സ്റ്റാഫ് ഇന്റർസെപ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ തീറ്റയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് തീറ്റയാണ്. ഓക്കെ, അപ്പോ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് കണ്ടോ ഇവിടെ തീറ്റയാണ്. ഞാൻ ഇവിടെ ഒന്ന് വൃത്തിക്ക് വരയ്ക്കാം കേട്ടോ. ഇത് തീറ്റയാണ്, ഇത് സി, ഇത് എ, ഇവിടെ എ ഡാഷ്. അപ്പോ ഇവിടെ നമ്മൾ എടുക്കേണ്ട ഈ എ സി എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, എ സി എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ്, അതാണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ടു ദ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇതാണ് 90. അപ്പൊ നമുക്ക് എ സി എന്ന് പറയുന്നത് എ ഡാഷ് എ സി ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? എ ഡാഷ് സി കോസ് തീറ്റ എന്ന് എഴുതാം, കോസ് തീറ്റ. അതേപോലെ തന്നെ ഇവിടെയുള്ള ബി സി ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? ബി ഡാഷ് സി കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോ നമുക്ക് ഈ ടോട്ടൽ ഹൈറ്റിനെ എ ബി കോസ് തീറ്റ എന്ന് പറയാം. ഓക്കെ, ടോട്ടൽ ഹൈറ്റിനെ എ ബി കോസ് തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോ നമുക്ക് എന്ത് വരും? ഇവിടെ ഒരു കോസ് തീറ്റ എസിന്റെ കൂടെ എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് ആണ്, അതായത് നമ്മുടെ സ്റ്റാഫ് ഇന്റർസെപ്റ്റ് ആണ്. കൂടെ എന്തും കൂടെ വരും? ഒരു കോസ് തീറ്റയും കൂടെ വരും. അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിപ്പോ നമ്മുടെ എല്ലിന്റെ ഇക്വേഷൻ ആണ്. ഡിയുടെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിട്ട് എൽ കോസ് തീറ്റ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് കെ എസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സി കോസ് തീറ്റ എന്ന് കിട്ടും. അതായത് ആ കോസ് തീറ്റ എല്ലാറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയുള്ള കോസ് തീറ്റയുടെ കൂടി ഒരു കോസ് തീറ്റ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ സി മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സിയുടെ കൂടെ കോസ് തീറ്റ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സി കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പൊ കെ എസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സി കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ഡിയുടെ ഫോർമുല കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വിയുടെ ഫോർമുല കിട്ടാൻ വേണ്ടി, അതായത് വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു ഹൈറ്റ് ആണ്. ഇപ്പുറത്തെ ഫിഗറിൽ കാണിക്കാവുന്നത്. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതാണ് വി.
ഓക്കെ, ഇതാണ് നമ്മുടെ വി എന്ന് പറയുന്നത്, ഈ ഒരു ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഇത് തീറ്റയാണ്. ഡി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, വി എന്ന് പറയുന്നത് എൽ സൈൻ തീറ്റയാണ്. അത് നമുക്ക് ആ ട്രയാങ്കിളിൽ നിന്ന് കിട്ടും. കണ്ടോ, ഇത് തീറ്റയാണ്, ഇതെന്താണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോ സൈൻ തീറ്റ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു, ഈ സൈഡ് എൽ ആണ്, അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ വി ബൈ എൽ വരും. അപ്പൊ വി ഇസ് ഈക്വൽ ടു എൽ സൈൻ തീറ്റ എന്ന് വരും, എൽ സൈൻ തീറ്റ. ഓക്കെ, എൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? കെ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സി. ഓക്കെ, അപ്പോ നമ്മളിത് അവിടെ പറഞ്ഞു, ഇത് കെ ആണ് എഫ് ബൈ എ എന്നുള്ളതൊക്കെ ഉദ്ദേശിക്കുന്നത്. ഈ എഫ് പ്ലസ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി. അപ്പൊ കെ ഇൻറ്റു എസ്, കെ എസ് അല്ലേ, കെ എസ് ഇൻറ്റു കോസ് തീറ്റ പ്ലസ് എഫ് പ്ലസ് ഡി സൈൻ തീറ്റ എന്ന് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് സൈൻ തീറ്റ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ സൈൻ തീറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ എസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സി ഇൻറ്റു സൈൻ തീറ്റ. അത് സി ആണ്, ഇത് നമ്മുടെ കെ ആണ്. അപ്പൊ കെ കോസ് തീറ്റ സൈൻ തീറ്റ എന്നുള്ളതിനെ നമുക്ക് എന്തെഴുതാം? കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റയാണ്. ഓക്കെ, സൈൻ 2 തീറ്റ ബൈ 2 ആണ്. അപ്പം നമുക്ക് കെ എസ് ഇൻറ്റു സൈൻ 2 തീറ്റ ബൈ 2 പ്ലസ് സി സൈൻ തീറ്റ എന്ന് വിനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഫോർമുല മാത്രം പഠിച്ചിരുന്നാൽ മതി. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡെറിവേഷനൊന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് സ്റ്റാഫ് സ്റ്റേഷൻ ഫോർ ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് എലിവേഷന്റെ കേസിൽ നമ്മുടെ സ്റ്റാഫ് സ്റ്റേഷന്റെ റെഡ്യൂസ്ഡ് ലെവലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുക. അപ്പോ ഈ ഫിഗർ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. അപ്പോ ഇതിനകത്ത് നമ്മൾ വി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം അല്ലെ. കെ എസ് സൈൻ 2 തീറ്റ ബൈ 2 പ്ലസ് സി സൈൻ തീറ്റ എന്ന് കണ്ടുപിടിച്ചാൽ മതി അത് എത്രയാന്നുള്ളത്. അപ്പൊ നമുക്ക് വി കിട്ടി. അതേപോലെ തന്നെ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ എസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സി കോസ് തീറ്റ എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിയും കിട്ടും. അപ്പൊ നമുക്കിപ്പോ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് മനസ്സിലായല്ലോ. ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. വി നമ്മള് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിയും കിട്ടും. നമ്മളോട് വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് വെർട്ടിക്കൽ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടാക്കിയോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആസ് വെൽ ആസ് ദ വെർട്ടിക്കൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പം ഇതിനകത്തുനിന്ന് നമ്മള് വെർട്ടിക്കൽ ഹൈറ്റ് കണ്ടുപിടിച്ചു അല്ലെ. വി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഹൈറ്റ് തന്നെയാണ്. പക്ഷെ എന്തുണ്ട്, അത് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിൽ നിന്നും സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള ആ ഒരു ഹൈറ്റ് ആണ് വി എന്ന് പറയുന്നത്. ഇതിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു സ്റ്റാഫ് സ്റ്റേഷൻ നിൽക്കുന്ന പോയിന്റിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡാറ്റ ഉണ്ടായിരിക്കും, അതായത് നമ്മുടെ മീൻ സീ ലെവൽ ഉണ്ടായിരിക്കും. മീൻ സീ ലെവലിന്റെ റെഡ്യൂസ്ഡ് ലെവൽ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ നമുക്ക് ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഒരു ബെഞ്ച് മാർക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു ബെഞ്ച് മാർക്കിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ഇതിപ്പോ ഒരു 100 മീറ്റർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇതൊരു 100 മീറ്റർ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ ഒരു ലൈൻ ഓഫ് സൈറ്റ് വരെയുള്ള ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. നമ്മൾ സാധാരണ ഇവിടെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാഫ് വെച്ചിട്ട് ഇവിടേക്കുള്ള റീഡിംഗ് എടുക്കാം. ബെഞ്ച് മാർക്കിലേക്ക് ഓൾറെഡി 100 ആണെന്ന് നമുക്കറിയാം. ബെഞ്ച് മാർക്കിലേക്ക് എടുക്കുന്ന ബാക്ക് സൈറ്റ് ഇപ്പൊ നമുക്ക് 1 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ടോട്ടൽ ലൈൻ ഓഫ് സൈറ്റിലേക്കുള്ള മീൻ സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 101 എന്ന് എഴുതാം അല്ലെ. 101 മീറ്റർ എന്ന് എഴുതാം. ബെഞ്ച് ഇതാണ്ട് ഇവിടെ നിങ്ങൾ നോക്കാട്ടോ, ബെഞ്ച് മാർക്ക് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 100. ബെഞ്ച് മാർക്കിൽ നമ്മളൊരു സ്റ്റാഫ് ഹെൽഡ് ചെയ്തു,
ആ സ്റ്റാഫിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള റീഡിങ് 1 മീറ്റർ. അപ്പൊ നമുക്ക് ഈ ലൈൻ ഓഫ് സൈറ്റിലേക്കുള്ള റെഡ്യൂസർ ലെവൽ എന്ന് പറയുന്നത് 101 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, 101. ദെൻ നമ്മൾ എന്തെടുക്കണം, ഇവിടെ നിന്നും ഈ സെൻട്രൽ ക്രോസ് ഹെയർ വരെയുള്ള ഹൈറ്റ് നമുക്ക് അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? 101 പ്ലസ് വി. വി എന്ന് പറയുന്നത് ഒരു 10 ആണെന്ന് വിചാരിക്കൂ. അപ്പൊ എന്ത് വരും? 111 എന്ന് വന്നു അല്ലെ. വി എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ ചെയ്തപ്പോൾ 10 എന്ന് കിട്ടി. അപ്പൊ എന്ത് വരും? 101 പ്ലസ് 10 എന്നുള്ളത് 111 എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും നമ്മള് ഇതെന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ക്രോസ് ഹെയർ വരെയുള്ള ഈ ഒരു ഹൈറ്റ് ആണ്. ഓക്കെ, ഇവിടെ എച്ച് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. എച്ച് എന്താണ്? എച്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫിന്റെ ബോട്ടത്തിൽ നിന്നും നമ്മുടെ സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള ഹൈറ്റ് ആണ്. അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കുക? അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? കാരണം നമ്മുടെ സെൻട്രൽ ക്രോസ് ഹെയറിൽ നമുക്ക് ഏത് റീഡിംഗ് ആണോ കാണുന്നത് അതാണ് എച്ച്. നമുക്ക് 3 ക്രോസ് ഹെയർ ഉണ്ടായിരിക്കും. 3 ക്രോസ് ഹെയർ 3 റീഡിങ്ങുകളിലായിരിക്കും ടച്ച് ചെയ്തിട്ടുണ്ടാവുക. ഇതിനകത്ത് സെൻട്രൽ ക്രോസ് ഹെയർ ഏത് റീഡിങ്ങുമായിട്ടാണോ കോയിൻസൈഡ് ചെയ്യുന്നത് ആ റീഡിംഗ് ആണ് എച്ച് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ടോട്ടൽ ഹൈറ്റിൽ നിന്നും നമ്മുടെ ഈ ഒരു എച്ച് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയുള്ള ഈ സ്റ്റാഫ് ഹെൽഡ് ചെയ്ത പോയിന്റിലേക്കുള്ള ഹൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ പറയുന്ന കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഡെറിവേഷൻസ് പോട്ടെ, അത് വേണ്ട. അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗർ. ഈ ഫിഗറിനകത്ത് നമുക്ക് തീറ്റ തന്നിട്ടുണ്ടായിരിക്കും. തീറ്റ എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ തീറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിയും കണ്ടുപിടിക്കാം, വി എന്ന് പറയുന്ന ഈ വെർട്ടിക്കൽ ഹൈറ്റും കണ്ടുപിടിക്കാം. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു, അതവിടെ തീർന്നു. ഇനി നമുക്ക് വെർട്ടിക്കൽ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാഫും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഡി നമ്മൾ ഡിനോട്ട് ചെയ്തത്. ഇനി നമുക്ക് വെർട്ടിക്കൽ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വെർട്ടിക്കൽ ഹൈറ്റ് എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പോയിന്റിൽ സ്റ്റാഫ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ സ്റ്റാഫ് വെച്ച പോയിന്റിന്റെ എലിവേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ ബെഞ്ച് മാർക്കിൽ കൊണ്ടുപോയിട്ട് ഒരു സ്റ്റാഫ് വെക്കാം. ബെഞ്ച് മാർക്കിന്റെ റീഡിങ് നമുക്ക് അറിയാം, 100 ആണ്. ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് മീൻ സീ ലെവലിൽ നിന്നും 100 മീറ്റർ ഉയരത്തിലായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, മീൻ സീ ലെവലിൽ നിന്നും 100 മീറ്റർ ഉയരത്തിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടേക്ക് ഈ ലൈൻ ഓഫ് സൈറ്റിന്റെ റെഡ്യൂസ് ലെവൽ നമുക്ക് കിട്ടണം അല്ലെ. ഈ ലൈൻ ഓഫ് സൈറ്റ് മീൻ സീ ലെവലിൽ നിന്നും എത്ര മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റാഫ് വെച്ച് സ്റ്റാഫിലേക്കുള്ള റീഡിങ് നോക്കി. ഇൻസ്ട്രുമെന്റ് പൊസിഷൻ ഒന്നും മാറ്റാൻ പാടില്ല. അപ്പൊ നമുക്ക് കിട്ടിയത് 1 മീറ്റർ എന്നാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി മീൻ സീ ലെവലിൽ നിന്നും ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 101 ആണ്. കാരണം 100 പ്ലസ് ആ സ്റ്റാഫ് റീഡിങ്, അതല്ലേ ഈ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. 101 ആണെന്ന് മനസ്സിലായി. വി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് 10 ആണ് കിട്ടിയതെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ഈ മീൻ സീ ലെവലിൽ നിന്നും ഈ ഒരു സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയ്ക്കായിരിക്കും? 101 പ്ലസ് 10. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 111 എന്ന് കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് ഈ സെൻട്രൽ ക്രോസ് ഹെയർ വരെയുള്ള ഹൈറ്റ് അല്ല, പകരം സ്റ്റാഫ് വെച്ചിട്ടുള്ള ഈ ഗ്രൗണ്ട് പോയിന്റിലെ ഹൈറ്റ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ സെൻട്രൽ ക്രോസ് ഹെയർ വരെയുള്ള ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ക്രോസ് ഹെയറിൽ കോയിൻസൈഡ് ചെയ്യുന്ന റീഡിംഗ് ആണ്. അപ്പൊ അതാണ് ഇവിടെ എച്ച് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ എച്ച് എന്ന് പറയുന്നത് ഒരു 1 മീറ്റർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതുവരെ 101. ഓക്കെ, ഇതുവരെ 101 ആണെന്ന് നമുക്കറിയാം. അപ്പോ ഇവിടുത്തെയാണ് നമുക്ക് ഹൈറ്റ് കിട്ടേണ്ടത്. ഇവിടുത്തെ എച്ച് അതിൽ നിന്ന് മൈനസ് ചെയ്തു. അപ്പോ 1, അതായത് 1 മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 110 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. എല്ലാവരും അവരവരുടെ അറ്റൻഡൻസ് നമ്മുടെ കമന്റ് ബോക്സിനകത്ത് പെട്ടെന്ന് കൊടുത്തോളൂ കേട്ടോ.
അപ്പൊ ഈ ഒരു സെഷൻ നിങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ സെമിസ്റ്ററിലൊക്കെ നമ്മൾ ലെവലിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെവലിംഗ് ഒക്കെ ഒന്ന് ആലോചിച്ച് വെക്കട്ടോ, എന്തൊക്കെയാണ് ലെവലിംഗിൽ നമ്മൾ പറഞ്ഞത്. ഒന്നും അറിയാത്തവർക്കും കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നേ ഉള്ളൂ. കാരണം മീൻ സീ ലെവല് നമ്മളെപ്പോഴും 0 ആയിട്ടാണ് എടുക്കുന്നത്. മീൻ സീ ലെവലിൽ നിന്നുമുള്ള ഹൈറ്റ് ആണ് നമ്മൾ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറയുന്നത്. ആ റെഡ്യൂസ്ഡ് ലെവല് ഓരോ പോയിന്റിനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സ്റ്റാഫ് വെച്ച പോയിന്റിന്റെ റെഡ്യൂസ്ഡ് ലെവല് അല്ലെങ്കിൽ സ്റ്റാഫ് വെച്ച പോയിന്റിലേക്ക് മീൻ സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റ്, അതാണ് നമ്മൾ റെഡ്യൂസ്ഡ് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ള റീഡിങ്ങുകൾ വെച്ചിട്ട് എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും അറ്റൻഡൻസ് പെട്ടെന്ന് എൻട്രി ചെയ്തോളൂ. Okay, thank you all.